2014 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച രണ്ടാമത്തെ ചിത്രമായി മാറിയ മൈ ലൈഫ് പാർട്ണറിൻ്റെ സംവിധായകൻ എം.ബി. പത്മകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ IFFIയിൽ ഗോവയിൽ പ്രദർശിപ്പിച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ സിനിമ നമ്മുടെ കേരള ഫിലിം ഫെസ്റ്റിവലിൽ എത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ നമ്മളോട് പറയും. ഈ ഒരു വേദിയെ നമ്മൾ ശരിക്കും പ്രതീക്ഷിച്ചതൊന്നുമല്ല. കാരണം ഒരു പടത്തെ സെലക്ട് ചെയ്യാനുള്ള പൂർണ്ണാധികാരം അതിൻ്റെ ജൂറിക്കാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ പല സെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷൻ സെക്ഷനുണ്ട്, മലയാള സിനിമ സെക്ഷനുണ്ട്, അങ്ങനെ ഒരുപാട് സെക്ഷനിൽ മൈഗ്രേഷൻ സിനിമ എന്നൊരു കാറ്റഗറിയിൽ 2012 നമ്മൾ IFFK തന്നെ അംഗീകരിച്ച ഒരു ID എന്ന് പറഞ്ഞ സിനിമയുണ്ടായിരുന്നു. അതിനൊരു സ്പേസ് കൊടുത്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവാത്തത്, മലയാളം എൻ്റെ പടം എടുക്കണ്ട, രൂപാന്തരം എടുക്കണ്ട, പക്ഷേ ഇന്ത്യൻ പനോരമ കിട്ടിയ ഒരു സിനിമയ്ക്ക് ചെറിയൊരു സ്പേസ് കൊടുത്തില്ല എന്നുള്ളതിൽ എനിക്ക് വേദനയാണ്. ആ വേദന വന്ന ഒരു പ്രധാന കാരണം ഈ സിനിമ കാണുമ്പോൾ IFFI അറിയാമല്ലോ, അവിടെ ഇത്രയും ക്രൗഡൊന്നുമില്ല, കുറേ സെലക്റ്റഡ് ഡെലിഗേറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ ഇത്രയും ഓഡിയൻസിനെ കണ്ടപ്പോൾ പല സിനിമകളും ഞാൻ നിലത്തിരുന്നാണ് കണ്ടത്. അപ്പോൾ നമ്മുടെ സിനിമ ഒരു ഫിലിം മേക്കർ എന്നൊരു രീതിയിൽ എനിക്ക് വേദനയാണ്. അപ്പോൾ മനസ്സറിയാതെ ഞാൻ തോന്നിയിരുന്നു, എൻ്റെ രൂപാന്തരവും ഇതുപോലെ ഈ സ്ക്രീനിൽ വന്നിരുന്നെങ്കിൽ ഇതുപോലെ ഒരുപാട് പ്രേക്ഷകർ കാണുമായിരുന്നില്ലേ. എവിടെ നമ്മൾ പോയാലും മലയാളത്തിലാണല്ലോ നമ്മുടെ പേരൊക്കെ. അപ്പോൾ ഇവിടെ അത് കാണിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ആ സിനിമ സെലക്ട് ചെയ്യാതെ പോയത്, അല്ലെങ്കിൽ അത് കണ്ടില്ലയോ. കാരണം ഇന്നിവിടെ വന്ന പല മലയാള സിനിമകൾ അറിയാമല്ലോ, കൊമേഴ്സ്യൽ വാല്യുള്ള സിനിമകൾ അല്ലെങ്കിൽ കുറച്ച് ചായ്വുകളുള്ള സിനിമകൾ ഒക്കെയാണ്. അവിടെ രൂപാന്തരത്തെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ലെന്നുള്ളതൊരു എൻ്റെ ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇതൊരു ചിന്തിച്ചില്ല. പക്ഷേ ഞാനൊന്ന് ചേർത്ത് വായിച്ചു എൻ്റെ മുമ്പുള്ള ഒരു അനുഭവം. 2012 എൻ്റെ ഷോർട്ട് ഫിക്ഷൻ ഞാൻ IFFKയിൽ അയച്ചിരുന്നു, സൈലൻറ്റ് കളേഴ്സ്. അപ്പോൾ അന്ന് ഇതുപോലെ സെലക്ഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ റെഡിയാക്കണമല്ലോ. ഞാനതെല്ലാം റെഡിയാക്കി അയക്കുന്നതിൻ്റെ സമയത്ത് അവരെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് ആ സിനിമ ഇപ്പോൾ ലിസ്റ്റിലില്ലെന്ന്. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാത്തിനും നമ്മൾ എടുത്തു വെക്കുന്ന ഒരു സ്വഭാവമുള്ളതുകൊണ്ട് എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടായിരുന്നു. ഞാൻ ഈ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് ചലച്ചിത്ര അക്കാദമിയിൽ അപ്ലൈ ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ഒരു ഒഫീഷ്യലി എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ ഇപ്പോഴും ലെറ്റർ ഇരിപ്പുണ്ട്, അതായത് അവർക്ക് പറ്റിയ മിസ്റ്റേക്കാണെന്ന്. ആ ദിവസമുള്ള ഒരു അധികാരി ഇന്നും ഈ ഒരു ഫെസ്റ്റിവലിലുണ്ട്. ഈ അധികാരിയെ തന്നെ, അവരെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. കാരണം നമുക്കറിയാം, മലയാള സിനിമ ഞാൻ അറിയാൻ തുടങ്ങിയപ്പോഴൊക്കെ അവരുടെ സാന്നിധ്യമുണ്ട്. ഒരുപാട് പ്രഗത്ഭരായ ഫിലിം മേക്കേഴ്സിനോട് വർക്ക് ചെയ്ത അദ്ദേഹം, ഞാൻ എപ്പോഴും അവരെ ദൂരെ നിന്ന് കാണും, അടുത്ത് നിന്നിട്ട് ഞാൻ പലപ്പോഴും എൻ്റെ ആദ്യ സംരംഭം മുതൽ അതവരെ കാണിക്കാറുണ്ട്. അപ്പോൾ ഈ രൂപാന്തരവും എനിക്ക് കാണിച്ചൊരു മണ്ടത്തരം അതാണ്, ഞാൻ അവരെ ആ ഒരു വ്യക്തിയെ കാണിച്ചിരുന്നു. പക്ഷേ എൻ്റെ മുമ്പേ വെച്ചാണ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത സിനിമ കണ്ടിട്ട് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പോയി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് രൂപാന്തരത്തെ മാത്രം ഒഴിവാക്കിയത്. ഇനി ഞാൻ നേരത്തെ അവരെ കാണിച്ചിട്ടാണോ എന്നറിയില്ല. എന്തായാലും വലിയൊരു വേദനയാണത്. അത് ഞാൻ വ്യക്തിപരമായിട്ടുള്ള കാരണം എനിക്കറിയില്ല എന്താണെന്ന്. ഇനി മുൻജന്മ പാപം വല്ലതും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. പിന്നെ ഈ മൈഗ്രേഷൻ സിനിമയുടെ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പം ID എന്ന് പറയുന്ന ഫിലിം അത് ശരിക്കും അങ്ങനെ ഒരു കാറ്റഗറി പെടുത്തേണ്ട സിനിമയല്ലത്. അതിനെ പോട്ടെ, ഒരു അവാർഡ് കിട്ടിയത് വീണ്ടും പ്രേക്ഷകരെ കാണിക്കാൻ കൊണ്ടുവന്നാലും ഇപ്പോൾ പേരറിയാത്തൊന്ന് ഡോക്ടർ ബിജുവിൻ്റെ ഒരു സിനിമയുണ്ട്. അപ്പോൾ ആ സിനിമ ശരിക്കും ഇങ്ങനൊരു കാറ്റഗറി പെടുത്തേണ്ട സിനിമയാണ്. അത് മാത്രമല്ല, ഒരു ദേശീയ അവാർഡ് കിട്ടിയ സിനിമ നമ്മൾ മലയാളികൾ കണ്ടിട്ടില്ല, മലയാള സിനിമയാണ്. അപ്പോൾ അതിനെയൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്. കാരണം ലോക ഫെസ്റ്റിവൽ നമ്മുടെ വേദിയിൽ നടക്കുമ്പോൾ ഇവരൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ സിനിമകളെ ലോകവേദിയിൽ എത്തിക്കാനുള്ള ശ്രമം കൂടെ വേണം. ഇപ്പം ഞാൻ നേരിട്ട് ഇവിടുത്തെ ഒരു പ്രശ്നം, ഓപ്പൺ ഫോറം നടന്നു, പുതിയ സംവിധായകരുടെ വിളിച്ചു വരുത്തി ഒരു ഓപ്പൺ ഫോറത്തിൽ നടന്നു. അപ്പോൾ ഞാനൊരു കാഴ്ചക്കാരനായിട്ട് പോയിരുന്നു. അന്ന് ഇപ്പോഴത്തെ പല സിനിമകൾ ചെയ്ത ആൾക്കാരിവിടെ നിൽപ്പുണ്ടായിരുന്നെങ്കിലും നമ്മളെയൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഇനി ഞാനൊരു നടനായതുകൊണ്ട്, ഒരു സീരിയൽ നടനിൽ അവസരം കിട്ടാത്തതുകൊണ്ട് സിനിമ ചെയ്യുകയാണെന്ന് കരുതിയാണോ എന്നറിയില്ല. പക്ഷേ എവിടെയും നമ്മളെപ്പോലുള്ളവർ ഉൾപ്പെടുത്തുന്നില്ല. ആരും പറഞ്ഞിട്ടല്ലോ നമ്മൾ വന്നേ. എല്ലാം നമ്മളൊരു വിധി പോലെ അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നം കൊണ്ട് എത്തിപ്പെട്ടാണ് ഇവിടെയൊക്കെ. ആരും സഹായിച്ചില്ലെങ്കിലും നമ്മുടെ യാത്രകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ എനിക്ക് പറ്റിയ അനുഭവം മറ്റൊരാൾക്ക് പറ്റാൻ പാടില്ല. ഒറ്റപ്പെട്ട സംഭവമായി കാണാനാണോ, അതോ ഈ പറഞ്ഞ മൊത്തത്തിൽ മലയാള സിനിമയെ ഏതെങ്കിലും തരത്തിൽ എന്തും? ഇപ്പം എനിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് എനിക്ക് വളരെയധികം ബഹുമാനമാണ്. അദ്ദേഹത്തെ ഞാൻ മാധ്യമപ്രവർത്തനമായി വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ പരിപാടികളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പക്ഷേ വളരെ കർക്കശമായ തീരുമാനം എടുക്കുന്ന, സത്യസന്ധനായി പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഈ ഒരു ജൂറിയെ തിരഞ്ഞെടുക്കണോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. കാരണം ഇതൊരു കലയാണ്. കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു മലയാള ഭാഷ ഒരു പക്ഷേ കേരളം ഇന്ത്യയിലൊക്കെ സഞ്ചരിക്കും. പക്ഷേ സിനിമ മലയാളത്തെ ലോകത്തിലെത്തിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു പക്ഷപാതം ഒന്നും വരാതെ അതിനുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് നിഷ്പക്ഷമായിട്ടായിരിക്കണം ഓരോ തീരുമാനങ്ങളും. ഇപ്രാവശ്യം മലയാള സെലക്ഷൻ നമ്മൾ കണ്ടതല്ലേ. ഇപ്പോൾ കൊമേഴ്സ്യൽ സിനിമകൾക്ക് ഒരുപാട് വേദിയുണ്ട്. നമ്മളെപ്പോലുള്ള ഈ ഒരു രൂപാന്തര എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. അപ്പം ഞാൻ ഇന്നലെ കോൾഡ് ഓഫ് കലണ്ടർ കണ്ടു. അത് പലരും അഭിപ്രായം പറയുന്നത് വളരെ ലാഗ് ചെയ്യുന്ന സിനിമയാണെന്ന്. ഒരിക്കലും അല്ലത്. അത് റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞ വളരെ ശക്തമായ പ്രമേയമുള്ളൊരു സിനിമയാണ്. അതേ താളത്തിലും ആ പ്രമേയത്തിന് മറ്റൊരു തലത്തിലുമാണ് രൂപാന്തരം പറഞ്ഞത്.
പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് മലയാളത്തെ കാണാതെ പോകുന്നതാണ്, അത് മലയാളികൾ വിഡ്ഢികളാണെന്ന് ഈ ബുദ്ധിജീവികൾ കരുതുന്നതാണോ എന്നും അറിയില്ല. ഈ എല്ലാത്തരം സിനിമകൾക്കും ഉള്ളൊരു നല്ല പ്ലാറ്റ്ഫോമായി നമ്മുടെ രാജ്യാന്തര ചലച്ചിത്രമേള മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. തീർച്ചയായിട്ടും. ഇങ്ങനെ വരുമ്പോൾ ഇതിനിടയിൽ ഇത്തരം ചില സിനിമകൾ ഇങ്ങനെ പിന്നിലേക്ക് തള്ളപ്പെടുന്നത് അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഇപ്പം ഞാനിപ്പം പടം ചെയ്തുകൊണ്ടാണ് അറിയുന്നത്. ശരിക്കും നമ്മളൊരു സിനിമ ചെയ്യുമ്പം ഇവിടെ വരുന്നു, ഇപ്പം കണ്ട ഒരു സിനിമ ക്ലിയർ ഒബ്സ്ക്യൂർ എന്നൊരു സിനിമ നമ്മൾ കാണുന്നതിന് മുമ്പ് നെറ്റ് സെർച്ച് ചെയ്യും. അതിന് അവരുടെ രാജ്യം ഒരുപക്ഷെ ആ സിനിമയെ പല എത്തിക്കാൻ കൊടുത്തതിൻ്റെ ഒരു റിപ്പോർട്ട്സ് ഒക്കെ ആയിരിക്കും നമുക്ക് നെറ്റിലൂടെ അപ്ഡേറ്റഡ് ആവുന്നത്. പക്ഷെ മലയാളത്തിൽ വരുന്ന സിനിമകളെ ഒരു മാധ്യമ ശ്രദ്ധ കൊണ്ടുവരാനൊന്നും കഴിയുന്നില്ല, അവർ ആരും ചെയ്യുന്നില്ല. ശരിക്കും മലയാള സിനിമയെ ഉദ്ധരിക്കേണ്ട ഇങ്ങനെയുള്ള ചലച്ചിത്ര അക്കാദമി പോലുള്ള സംഭവങ്ങൾ അതിനെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്, അവർക്കുള്ള അവസരങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരണം, അത് വേണ്ടപ്പെട്ടവരുടെ ശ്രദ്ധപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സംസാരത്തിന് തന്നെ തയ്യാറായത്. താങ്കളുടെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഈ സിനിമാ മേഖലയിൽ ഈ ചലച്ചിത്ര അക്കാദമിയും അതുപോലെ ചലച്ചിത്ര ഫെഡറേഷനും താങ്കൾ എന്തെങ്കിലും തരത്തിലുള്ള പിന്തുണ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്? ഒരിക്കലുമില്ല. കാരണം പിന്തുണ നൽകിയിട്ടില്ല. കാരണം ആദ്യ സിനിമ ഒരു സുവർഗപ്രണയം പറഞ്ഞു, അതെൻ്റെ സ്വാതന്ത്ര്യമാണ്. സിനിമ ഏത് രീതിയിൽ എടുക്കണമെന്നുള്ള ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് ഇവിടുത്തെ എന്താ പറയുക കലയെ മാത്രമേ നമ്മൾ ലോകത്തിലെത്തിക്കാവൂ, അല്ലെങ്കിൽ ഇവിടുത്തെ കീഴ്വഴക്കങ്ങളുള്ള ബന്ധങ്ങളെ നമ്മുടെ സംസ്കാരത്തെ മാത്രം എത്തിക്കാവുന്നില്ല. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചുള്ള അവൻ്റെ ചിന്തകളിൽ വരുന്നതിനെ നമുക്കൊരു സിനിമയായിട്ട് എടുക്കാം. അതിനെ കൊമേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ പാരലൽ സിനിമ എന്ന് എന്തുവേണേൽ വിളിക്കാം. പക്ഷേ എനിക്ക് താല്പര്യമുള്ള റിയലിസ്റ്റിക് സിനിമ എടുക്കാറില്ല. അപ്പം ഈ സിനിമ എടുത്ത സമയത്ത് തിയേറ്ററുകൾ അവഗണിച്ചിരുന്നു. അത് സ്വർഗ്ഗപ്രണയം മലയാളം കാണില്ല എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞൊരു സിനിമയാണ്. അതോടുകൂടി വലിച്ചെറിയപ്പെടുന്നത് സിനിമ മാത്രമല്ല, ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, ഒരു ഫിലിം മേക്കറുടെ ഭാവിയെ കൂടാണ്. അപ്പോൾ അവസാനം ഇത് തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിച്ച സമയത്ത് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞത് ഗവൺമെൻറ് തിയേറ്റർ പോലും വാടകയ്ക്ക് എടുത്തിട്ട് സ്ക്രീൻ ചെയ്യുന്നു. പിന്നെ എന്തിനാണ് നമുക്ക് എന്താണ് ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്? അപ്പോൾ അവിടെയും നേരിട്ടുണ്ട്. പക്ഷേ ചില നല്ല ആൾക്കാർ, ഇപ്പോൾ കമൽ സാറിനെ എനിക്കറിയാം. അദ്ദേഹം ഞാൻ സംസാരിക്കാറുണ്ട്, സിനിമ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പോസിറ്റീവായിട്ട് പറയും. അദ്ദേഹത്തെ ഇതിന്ന് ഒഴിച്ചു നിർത്തുകയാണ്. പക്ഷെ മറ്റു ചിലരും അധികാര കസേരയ്ക്ക് വേണ്ടി ഒരു കലയെ വെറുതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എടുത്ത് എറിയാൻ ഈ കസേരയെ കെട്ടിപ്പിടിക്കുന്ന കുറേ പേരോട് എനിക്ക് പ്രതിഷേധം തന്നെയുണ്ട്. ഈ സ്വർഗ്ഗപ്രണയമൊക്കെ ചിത്രീകരിക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജയൻ ഒരു വ്യക്തിമാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു പോയിന്റ്, ഇപ്പം സെൻസർഷിപ്പ് ഉൾപ്പെടെ പല കാര്യങ്ങളും ഇപ്പം ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ കണ്ട ക്ലിയർ ഒബ്സ്ക്യൂർ എന്ന് പറയുന്ന അതിനകത്ത് ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. ആ സിനിമയുടെ ഭൂരിഭാഗവും ലൈംഗികതയുടെ അല്ലെങ്കിൽ ആ ഒരു ദൃശ്യം തന്നെയായിരുന്നത്. അതിനകത്ത് ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഇന്നലെ കണ്ട കോൾഡ് ഓഫ് കാലണ്ടർ എന്ന് പറയുന്ന സിനിമയിൽ ആടിനെ കൊല്ലുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്, ആടിൻ്റെ ശവമൊക്കെ. അവിടെ ഒന്നും ഒരു സെൻസറിങ്ങും ഇല്ല. പക്ഷെ നമ്മൾ മാത്രമാണ് ഇങ്ങനെ ഇപ്പം ജയൻ്റെ പടം പോലും ഇങ്ങനെ നമ്മളാണ് മാറ്റി നിർത്തുന്നത്. എന്തിനു മാറ്റി നിർത്തുന്നത്? അയാളുടെ അധികാരമല്ല, അയാളുടെ സ്വാതന്ത്ര്യമല്ലേ ചെയ്യുക എന്നുള്ളത്. ഇതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ സെക്ഷൻ, പ്രത്യേക ഒരു സെക്ഷൻ തന്നെ ഉൾപ്പെടുത്തുന്നത്. ഇത് രണ്ടും ഒരുപോലെ നടക്കുന്നുണ്ട്. ട്രാൻസ്ജെൻഡർ സെക്ഷൻ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അതിനൊരു ടോയ്ലറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു പാസ് കൊടുത്തിട്ടോ ഒന്നുമല്ല കാര്യം. അവരെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണെന്നുള്ളതാണ്. ഇവരിപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിനകത്താണ് ഇവർ സെക്വേർഡ്. പുറത്തിറങ്ങി എന്താണ് അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നത്? ഒരു അസ്തിത്വമില്ലാതെ നടക്കുന്ന അവരെ ശരിയാണ് ഒരു ലോക ശ്രദ്ധ ആകർഷിക്കാൻ കേരളം ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചിട്ട് കാര്യമില്ല. അവരെ ശരിക്കും എല്ലാ മേഖലയിലും നമ്മൾ ഉൾപ്പെടുത്തണം. അവരും നമ്മുടെ ഭാഗമാണെന്ന് കരുതണം. ഇത്തവണ താങ്കളുടെ സിനിമ ഉൾപ്പെടുത്തിയില്ല എന്ന് കരുതി ഇനി ഉള്ള മേളകളിൽ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു പൊതുവായ ഒരു വേദിയിലേക്ക് താങ്കളുടെ സിനിമകൾ മലയാളത്തെ പേടിയാണ്. ഒരുപക്ഷെ ഇനിയും നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ അത് എടുക്കുമെന്ന് പോലും നമുക്കറിയില്ല. എടുക്കാതിരിക്കുകയൊക്കെ അവരുടെയാണ്. ഇപ്പോൾ ഇന്ത്യൻ പനോരമ കിട്ടിയൊരു സിനിമയെ ഇവിടെ പ്രേക്ഷകർ എന്നെ മലയാള സിനിമ നന്നായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരെ ഒന്ന് കാണിക്കാനേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കോമ്പറ്റീഷനിലോ അല്ലെങ്കിൽ ഇവർക്ക് ഗസ്റ്റായിട്ടൊന്നുമല്ല. ഇവരുടെ ഏതെങ്കിലും ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷനിൽ ഏതെങ്കിലും എന്താ പറയുന്നത് അൺനോട്ടീസ്ഡ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് എന്നെപ്പോലുള്ളവരുടെ സിനിമകൾ കയറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവർ തന്നെയാണ് ഇന്നലെ ഫോറത്തിൽ സംസാരിച്ചത് റീക്ലെയിം ആർട്ട് ഫിലിംസ് എന്ന് പറഞ്ഞിട്ട്. എന്ത് റീക്ലെയിം ആർട്ട് ഫിലിംസ്? ഇവിടെ ഉള്ള സിനിമകളെ തിരിച്ചറിയാൻ പറ്റാതെ ഇനി എവിടെയോ പോയി കിടക്കുന്നെന്ന് പറയുന്ന സിനിമകളെ തിരിച്ചു പിടിക്കാനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ നല്ല ഫിലിം മേക്കർ ആവുന്ന കരുതുന്ന കുറേ പേരൊക്കെ ഈ ചലച്ചിത്ര അക്കാദമിയിലുണ്ട്. ഇംഗ്ലീഷാണ് ബുദ്ധിമാന്മാരെ സൃഷ്ടിക്കുന്നതെന്ന് പറയുന്ന കുറേ പേര് എനിക്കറിയാം. മലയാളം സംസാരിച്ചാലും തിരിച്ച് ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഈ അവസ്ഥകളൊക്കെ മാറും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ശുദ്ധികലശം ആവശ്യമാണ് ഇവിടെ അത്യാവശ്യമാണ് ചലച്ചിത്ര അക്കാദമിയിലൊക്കെ. അതായത് എന്താ പറയുന്നത്, എല്ലാത്തിനും ഓരോ ഇതുണ്ട്. കാരണം ചെറുപ്പക്കാർ വരണമെന്നല്ല പറയുന്നത്, ഒരുപാട് നമ്മുടെ മുമ്പേ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ ഫിലിം മേക്കേഴ്സ് ഇവിടെയുണ്ട്. അവരെ ഇതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെപ്പോലുള്ളവരെയൊക്കെ എൻകറേജ് ചെയ്യാനായിട്ട്, അതായത് തെറ്റുകൾ തിരുത്താൻ വേണ്ടി. ഇപ്പം നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല, ഒരുപാട് തെറ്റുകൾ നമ്മുടെ സിനിമയ്ക്ക് വരുന്നത്. അത് കണ്ടിട്ട് ഒരു ഡിസ്കഷൻ ഇട്ടിട്ട് ഒക്കെ പറയണം ഈ സിനിമ ഇങ്ങനെയാണ്.